പാലത്തായി കേസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാൻ പറ്റും. BJP RSS നേതാവ് പപ്പൻ എന്നുള്ള ആള് സ്കൂളിൽ വെച്ചിട്ട് സ്വന്തം വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു എന്നുള്ളൊരു കേസാണ്. ആ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ചു കാലം LDF ഭരിക്കുന്ന സമയത്ത് ലീഗും UDFും മലബാർ മേഖലയിൽ LDFിനെതിരെയും വിശിഷ്യ ശൈലജ ടീച്ചർ, പിണറായി വിജയൻ, CPIMൻ്റെ പാനൂർ ഏരിയ കമ്മിറ്റി അംഗം, ജില്ലാ കമ്മിറ്റി അംഗം മണ്ണൂർ P. ഹരീന്ദ്രനാഥിനൊക്കെ എതിരായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു നെറേറ്റീവിനെ സൃഷ്ടിച്ചിരുന്നു. പക്ഷേ അത് തെറ്റായിരുന്നു. ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് CPIMൻ്റെ നേതൃത്വത്തിലായിരുന്നു. CPIMൻ്റെ പാനൂർ ലോക്കൽ സെക്രട്ടറി ശ്രീ ബൈജുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ കേസിന് കുട്ടിക്ക് അനുകൂലമായിട്ട് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. ഈ പപ്പന് വലിയ ശിക്ഷ കോടതിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പപ്പനും അതുപോലെ തന്നെ BJP RSS നേതൃത്വം ഹൈക്കോടതിയിൽ അപ്പീൽ പോയത് UDF വന്നതിന് ശേഷമാണ്. അത് വരാൻ വേണ്ടിയിട്ട് കാത്തു നിന്നാണോ അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു ഡീലിൻ്റെ ഭാഗമായിട്ടാണോ ഈ കേസിൽ ഈ പപ്പന് ഇളവ് ചെയ്യുകയും പിന്നെ ജാമ്യം കിട്ടുകയും ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്? ഇത് എന്ത് ഡീലിൻ്റെ ഭാഗമായിട്ടാണെന്നുള്ളത് കേരളത്തോട് UDF നേതൃത്വം വിശിഷ്യ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പറയേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു കേസ് വെച്ചിട്ട് CPIMനെ ഇല്ലാതാക്കി കളയാമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ CPIM ആണ് ഈ പപ്പന് അനുകൂലമായിട്ട് വാദിക്കുന്നത്, അല്ലെങ്കിൽ കേരളത്തിൽ അന്നത്തെ പോലീസാണ് പപ്പന് അനുകൂലമായിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കൂടുതലൊക്കെ സൃഷ്ടിലാക്കേണ്ടത് പൊറ്റക്കുടിയിലുള്ള കോൺഗ്രസ് നേതാവായിട്ടുള്ള ഒരു അഡ്വക്കേറ്റാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അത് ആർക്ക് അനുകൂലമായിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന് ഇപ്പം മനസ്സിലായല്ലോ. പപ്പന് ഈസി ആയിട്ട് ഈ ജാമ്യം കിട്ടി, അതുപോലെ തന്നെ ഈ കേസ് ഒരു തള്ളുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആരും കണ്ണുമൂടി കെട്ടിയിട്ടൊക്കെ പ്രതിഷേധം നടത്തിയിട്ടുള്ള PK ഫിറോസ് ആയിക്കോട്ടെ, ഫാത്തിമ തൈല ആയിക്കോട്ടെ, ഇപ്പോൾ ആർക്കും ഒരു മിണ്ടാട്ടമില്ല. ഇതിൽ UDF BJPയുടെ ഡീലാണെന്ന് നമുക്ക് സംശയമുണ്ട്. അപ്പോൾ ഈ ഒരു സംശയ ദൂരീകരണം ആര് നടത്തണം? UDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം, UDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം.